എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാത്തിമ ബീവി. ഞാനിന്നിങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം മുഹമ്മദ് ഷാജി എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ഒരു 30 വയസ്സുകാരന് വേണ്ടിയുള്ള ഒരു സഹായാഭ്യർത്ഥനയുമായാണ്. 14 മാസത്തോളം ഗൾഫിൽ നിന്നിട്ട് ഒരു കാലുകടച്ചിലായതുകൊണ്ട് നാട്ടിൽ വന്നതാണ് അദ്ദേഹം. പിന്നീട് ഒരുപാട് ചികിത്സകൾ നടത്തി, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി. ഡോക്ടർമാര് സ്ഥിരീകരിച്ചത് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം ആണെന്നാണ്. നമുക്ക് എന്താണ് സ്ട്രോക്ക് എന്ന് പലർക്കും അറിയില്ല. മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം. ഹൃദ്രോഗമാണ് മരണത്തിന് ഒന്നാമതായി നിൽക്കുന്ന ഒരു അസുഖം. രണ്ടാമത് ക്യാൻസർ, മൂന്നാമത് വരുന്ന സ്ഥാനമാണ് ഈ മസ്തിഷ്കാഘാതത്തിനുള്ളത്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകുകയും രക്തധമനി പൊട്ടി രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും മസ്തിഷ്ക കലകൾക്ക് ലഭിക്കേണ്ട ജീവവായുവും പോഷകങ്ങളും ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സ്ട്രോക്ക്. കൂടുതൽ വിശദമായൊന്നും പറയാൻ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ അസുഖമാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അദ്ദേഹം. വീട്ടിലെ ഉമ്മ, ഉപ്പ, പെങ്ങളാണ് ഉള്ളത്. പെങ്ങളെ കെട്ടിച്ചു. ഉപ്പാക്ക് പഴയ പോലെ ജോലിയൊന്നും ചെയ്യാൻ വയ്യ, അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മയാണുള്ളത്. ഉമ്മയും ജോലിക്ക് പോകുന്നില്ല. പള്ളി കമ്മിറ്റി 4 ലക്ഷം രൂപയോളം ഇവർക്ക് നൽകിയിരുന്നു. ചികിത്സാ ചെലവുകളും പിന്നെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകളൊക്കെ പോയി. അങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് ഇപ്പൊ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതുകൊണ്ട് തന്നെ സ്ട്രോക്ക് മൂലം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാലും കണ്ണ് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചശക്തിയും പിന്നെ സംസാരശേഷിയും നഷ്ടമാകുക, ശരീരത്തിന്റെ ഒരു വശം തളരുക, കൈകാലുകളിൽ ബലക്ഷയമാവുക എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിരിക്കുകയാണ്. മാത്രമല്ല സംസാരശേഷിയും നഷ്ടമായിരിക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ പിതാവിനോടാണ് സംസാരിച്ചത്. ഞാൻ ഇതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും താഴെ മൊബൈൽ നമ്പറും വെക്കുന്നതാണ്. അദ്ദേഹത്തിന്റെയാണ് മൊബൈൽ നമ്പർ. കോൾ ചെയ്ത് അന്വേഷിച്ച് നിങ്ങൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം നിങ്ങൾ സഹായിച്ചാൽ മതി. ഒരുപാട് ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ചികിത്സ തേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്, അമൃത ഹോസ്പിറ്റൽ, ശാന്തിഗിരി ആയുർവേദ ഹോസ്പിറ്റൽ, ഇപ്പൊ അവസാനം തൊടുപുഴ ആയുർവേദ ഹോസ്പിറ്റലിലാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് 2 ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ സുഖമാക്കിയെടുക്കാം എന്ന ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് എന്നെ കൊണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നത് എത്തിച്ചു കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിയുന്നവർ മാക്സിമം ഷെയർ ചെയ്തും സഹായിച്ചും കഴിയുന്ന തുക സഹായിച്ചും ആ കുടുംബത്തിന്റെ അത്താണിയെ സുഖപ്പെടുത്തിയെടുക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഫിറോസ് കുന്നംപറമ്പിലുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം മെസ്സേജ് നോക്കുകയോ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നില്ല. ഒരുപാട് കോൾസ് മെസ്സേജ് ഒക്കെ അദ്ദേഹത്തിന് വരുന്നതാണ്. നമുക്ക് നേരിൽ പോയി കാണുക എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി മെനക്കെടാൻ ഇപ്പൊ ആ കുടുംബം കൊല്ലത്താണല്ലോ ഉള്ളത്. പിന്നെ ഉപ്പയും ഉമ്മയാണ്, കുറച്ച് പ്രായമുണ്ട്. പിന്നെ ഞാൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അതിപ്പോ പെട്ടെന്ന് സാധിക്കുന്നതും അല്ല. പിന്നെ സുശാന്ത് നിലമ്പൂരുമായി മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹവും മെസ്സേജ് ഒന്നും അങ്ങനെ നോക്കുന്നൊന്നുമില്ല, കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം അവരൊക്കെ ഒരുപാട് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് തിരക്കിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പൊ എന്നെ കൊണ്ടാവുന്നത് ഇങ്ങനെ ഒരു വീഡിയോ മൂലം എന്തെങ്കിലും അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്.
അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, കഴിയുന്ന തുക നൽകി സഹായിക്കണം. ഞാൻ മൊബൈൽ നമ്പർ താഴെ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെയാണ് മൊബൈൽ നമ്പർ. പക്ഷെ കോൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കില്ല. കാരണം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടമായിരിക്കുന്ന അവസ്ഥയാണ്. പിതാവാണ് സംസാരിക്കുക. അപ്പോൾ എല്ലാവരും വിളിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം സഹായിച്ചാൽ മതി. ഓക്കെ, നന്ദി, നമസ്കാരം.